ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഹിപ്സ് ആൻഡ് ഹൈപ്സ്. എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ. നമ്മുടെ വീഡിയോ ഇന്നത്തേന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം ഇട്ട വീഡിയോയുടെ ബാലൻസ് ആണ് കേട്ടോ. അന്ന് ഞാൻ പറഞ്ഞൊരു ഇച്ചിരി ലോങ് വീഡിയോ ആയിട്ട് ഞാനത് 2 പാർട്ടായിട്ടായിരിക്കും ഇടുന്നതെന്ന്. കഴിഞ്ഞ ദിവസം നമ്മൾ നിർത്തിയത് ഇവിടാണ്, എൻട്രൻസ് പോയിൻറ്റ്, കൊട്ടവഞ്ചിയുടെ എൻട്രൻസ് പോയിന്റിലേക്ക് വന്നിട്ടാണ് നമ്മൾ നിർത്തിയത്. ഇന്ന് അതിൻ്റെ ബാലൻസ് ആണ് കേട്ടോ. ഇതാണ് നമ്മുടെ കല്ലാറിലാണ് നമ്മുടെ കൊട്ടവഞ്ചി സവാരിയൊക്കെ ഉള്ളത്. ഇവിടുന്നാണ് നമ്മൾ താഴേക്കും ബാക്കിലേക്കും ഒക്കെ കൊട്ടവഞ്ചി സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഒരു പോയിന്റിൽ നിന്നാണ്. ഈ കിടക്കുന്നതാണ് കൊട്ടവഞ്ചി കേട്ടോ. കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടിയാണ്, എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കാം, ഇല്ലാത്തവർക്ക് വേണ്ടി പറഞ്ഞതാണ്. പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആദ്യത്തെ വീഡിയോയിൽ തന്നെ, നമ്മൾ അതിൽ കയറിയിട്ടില്ല, കാരണം ഒരുപാട് പ്രാവശ്യം കയറിയത് കൊണ്ടാണ്. അതുമല്ല അത് കയറി നമുക്ക് പോകാനുള്ള ടൈമും ഇല്ലായിരുന്നു. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ തിരിച്ച് എൻ്റെ വീട്ടിലേക്ക് പോകണം. അപ്പോൾ അവിടെ വന്ന ഈ കാര്യങ്ങളൊക്കെ നിങ്ങളെ കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ പ്രാവശ്യം ഇങ്ങോട്ട് വന്നത്. പിന്നെ ഒരു കാര്യം ഉണ്ടായിരുന്നു, വന്നതുകൊണ്ട് ഒരു ഗുണം ഉണ്ടായത് എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾ എല്ലാ പ്രാവശ്യം വരുമ്പോൾ ഈ ആറ് നിറഞ്ഞു കിടക്കുമായിരിക്കും. അപ്പോൾ ഈ ഒരു ഭംഗി കാണാൻ പറ്റില്ലായിരുന്നു. കല്ലാറം ഈ ആറിന് പേര് വരാൻ കാരണം നിങ്ങൾ കണ്ടില്ലേ എന്ത് കല്ലുകളാണ് ഈ കിടക്കുന്നതെന്ന്. ശരിക്കും വെള്ളം ഉണ്ടെങ്കിൽ നമുക്കിങ്ങനെ കാണാനേ പറ്റില്ല കേട്ടോ. ഇത്രയും കല്ലുകൾ ഇവിടെ ഇങ്ങനെ നിറഞ്ഞു കിടപ്പുണ്ട്, നമുക്ക് കാണാനേ പറ്റില്ലായിരുന്നു. പക്ഷേ ഈ ടൈമിൽ നമ്മൾ അവിടെ പോയത് കൊണ്ട് അങ്ങനെ ഒരു ഗുണം ഉണ്ടായി. ആറ്റിലൂടെയൊക്കെ ഇറങ്ങി നടക്കാൻ പറ്റി, വെള്ളം ഇല്ലാത്തത് കൊണ്ട്. വെള്ളം ഉണ്ടെങ്കിൽ നമ്മളെ ഗാർഡ്സ് അനുവദിക്കില്ല, നമുക്ക് ഇറങ്ങാനൊന്നും അവർ സമ്മതിക്കില്ല. ഇപ്പോൾ വെള്ളം ഇല്ലാത്തതുകൊണ്ട് എല്ലാവരും വന്നിട്ടുണ്ട്. കുറേ പേര് കുഞ്ഞുങ്ങളുമായിട്ട് വന്ന് അവർ കുളിക്കുകയും കളിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ കെട്ടിയിട്ടേക്കുന്ന കണ്ടോ വെള്ളം, ഇതാണ് വെള്ളമില്ലാത്തതുകൊണ്ട് ഉള്ള വെള്ളത്തെ അവർ തലയണ വെച്ചിട്ട് ഇങ്ങനെ ചാക്കിൽ മണ്ണ് നിറച്ചിട്ട് അതിങ്ങനെ വെള്ളം കെട്ടി വെച്ചിരിക്കുകയാണ്, അവിടെ കെട്ടി നിർത്തിയിരിക്കുകയാണ് കേട്ടോ. കൊട്ടവഞ്ചിയുടെ ഒരു ഇത് നടത്താൻ വേണ്ടി, സർവീസ് നടത്താൻ വേണ്ടി അവരവിടെ കെട്ടി വെച്ചിരിക്കുകയാണ്. മഴ തുടങ്ങി കഴിയുമ്പോൾ ഇതൊക്കെ എടുത്ത് മാറ്റും, നല്ല ഒഴുക്ക് വരും. അപ്പോൾ താഴേക്കൂടെ ഇതിൻ്റെ സർവീസൊക്കെ കാണും കേട്ടോ. അപ്പം ഞങ്ങൾ ഇതുവരെ താഴേക്ക് പോയിട്ടില്ല. അത്ര ഫോഴ്സിൽ വെള്ളം ഉള്ളെങ്കിൽ മാത്രമാണ് പൊതുവേ അങ്ങനെ നടത്താറുള്ളതും. കൂടുതൽ റിസ്ക്കാണ് താഴേക്ക് പോകുന്നത്, ഇച്ചിരൂടെയൊക്കെ എടുത്തടിച്ചൊക്കെ പോകും. അപ്പോൾ അത് അത്രയും റിസ്ക് അഡ്വഞ്ചറായിട്ടുള്ളവർക്കൊക്കെ നല്ലതായിരിക്കും കേട്ടോ. നമുക്ക് കുഞ്ഞുങ്ങളെ കൊണ്ടൊന്നും പോകുമ്പോൾ അങ്ങനെ പോകാൻ പറ്റിയിട്ടില്ല ഇതുവരെ. പിന്നെ ഞാനും വലിയ ആളോടാണ് ഈ വീഡിയോസൊക്കെ പിടിച്ചുകൊണ്ട് നിന്നപ്പോഴത്തേന് കൊച്ചാളും അച്ചാച്ചനൊക്കെ അതിൻ്റെ അങ്ങേ അറ്റം വരെ പോയിട്ടുണ്ടായിരുന്നു. അറ്റം എന്ന് വെച്ചാൽ അതിലും താഴേക്കുണ്ട് കേട്ടോ. എന്നാലും നല്ല ഭംഗിയായിരുന്നു കേട്ടോ. ഈ പൂക്കളൊക്കെ വിരിഞ്ഞ്, അതിനെന്താ വേണേൽ മരുതമണി അങ്ങനെ എന്തോ ആണ് ആ പൂവിന് പറയുന്നത് കേട്ടോ. അതൊക്കെ ഒരുപാട് വിരിഞ്ഞ് ഇങ്ങനെ നിന്ന് ശരിക്കും ഒരു തുരുത്ത് പോലെ, കുറേ വെള്ളം കഴിഞ്ഞിട്ട് അതിന് അപ്പുറത്തേക്ക് ഒരു തുരുത്ത് പോലെ ആയിരുന്നു നമുക്കത് ഫീൽ ചെയ്ത് കേട്ടോ. വെള്ളം ഉള്ളപ്പോൾ ഇങ്ങനെയൊന്നും അല്ല, നല്ലപോലെ നിറഞ്ഞു കിടക്കും വെള്ളം. ഇപ്പോൾ ഞാനീ വോയിസ് റെക്കോർഡ് കൊടുക്കുന്ന സമയത്ത് നാട്ടിൽ നല്ല മഴയാണ്. ഇപ്പോൾ അവിടെ നല്ല വെള്ളമായിരിക്കും. ഇങ്ങനൊരു ഇറങ്ങി നിന്നുള്ള ഒരു കാര്യവും ഇപ്പോൾ നടക്കില്ല. അപ്പം ഞങ്ങൾ വന്നതുകൊണ്ടും ഈ ഒരു വീഡിയോ എടുക്കണമെന്ന് മനസ്സിൽ തോന്നിയത് കൊണ്ടും അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് കേട്ടോ. വളരെയധികം ഹാപ്പി ആയിരുന്നു ഞങ്ങൾ. കുഞ്ഞുമണീസും വളരെ ഹാപ്പി ആയിരുന്നു. അവർക്ക് കുളിക്കണമെന്നും കളിക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഞങ്ങൾക്ക് തിരിച്ച് എൻ്റെ വീട്ടിൽ പോവുകയും വേണം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ അവിടെ ഒരു പള്ളിയിൽ ഗീവർഗീസ് സഹദയുടെ പെരുന്നാളാണ്. അപ്പോൾ അതിൻ്റെ റാസയുണ്ട്. അപ്പോൾ അതും കാണാനായിട്ട് പോകേണ്ടതുകൊണ്ട് അവരെ ഞാനങ്ങനെ കളിക്കാനൊന്നും അധികം വിട്ടില്ല. പിന്നെ കൊച്ചാൾക്ക് പൊതുവേ ഇങ്ങനെയൊക്കെ വെള്ളം കണ്ടു കഴിഞ്ഞാൽ ഒരു ഇഷ്ടക്കുറവുണ്ട് കേട്ടോ. അപ്പോൾ ആളങ്ങനെ ഇറങ്ങാറില്ല, ഇങ്ങനെ കണ്ട് രസിച്ച് നടന്നതേ ഉള്ളൂ. വലിയ ആൾക്ക് പക്ഷേ നല്ല ഹാപ്പി ആയിരുന്നു. പിന്നെ ഞാനിവിടെ നിന്ന് കുറേ റീൽസും കാര്യങ്ങളും ഒക്കെ എടുത്തു. അതും വലിയൊരു ഇതായിരുന്നു കേട്ടോ. ഈ ആറിൻ്റെ നടുക്ക് നിന്നുള്ള റീൽസൊക്കെ വളരെയധികം മനോഹരമായിരുന്നു കേട്ടോ. നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് തീർച്ചയായിട്ടും നമ്മുടെ ഈ സ്ഥലത്ത് വരണം കേട്ടോ. അതായത് പത്തനംതിട്ട ജില്ലയിലെ കോന്നി എന്ന് പറയുന്ന സ്ഥലത്ത് തണ്ണിത്തോട് റൂട്ടിലാണ് നമ്മുടെ ഈ കൊട്ടവഞ്ചി സവാരി ഉള്ളത് കേട്ടോ. തണ്ണിത്തോട് കയറി വരുമ്പോഴാണ്, തണ്ണിത്തോട് പഞ്ചായത്താണ് ഇതെന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അവിടെയാണ് നമ്മുടെ ഈ ഒരു ഇക്കോ ടൂറിസത്തിൻ്റെ അടവി കൊട്ടവഞ്ചി ഇതെല്ലാം ഉള്ളത് കേട്ടോ. ഇതിനെ അടവി കൊട്ടവഞ്ചി എന്നാണ് പറയുന്നത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൊട്ടവഞ്ചിയിൽ നല്ല സവാരി ചെയ്യാം. ഈ ഒരു കാടിനുള്ളിലെ ഈ ഒരു ഭംഗി ആസ്വദിക്കാം. ഞാൻ പറഞ്ഞില്ലേ മരുതമണി എന്ന് പറയുന്നത് അതാണ് ആ പൂക്കൾ. നല്ല ഭംഗിയായിരുന്നു കാണാൻ കേട്ടോ. ഞങ്ങൾ വന്ന സമയത്ത് ആരും കൊട്ടവഞ്ചി കയറാനില്ലായിരുന്നു കേട്ടോ. ഞങ്ങൾ അവിടെ എല്ലാം കറങ്ങി തിരിച്ചു വന്നപ്പോഴത്തേക്കും ഒരു കൂട്ടർ പോയി. അപ്പോൾ എനിക്ക് അതും പിടിക്കാൻ പറ്റിയില്ല. എങ്ങനെയാണ് അതിൻ്റെ ഒരു സർവീസ് എന്ന് കാണിക്കാനും എനിക്ക് പറ്റിയില്ല കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും ഇനിയും നാട്ടിലേക്ക് പോകുന്ന ടൈമിൽ ഇതിൻ്റെ ഒരു വീഡിയോ, അതായത് കൊട്ടവഞ്ചിയിൽ എങ്ങനെ പോകുന്നു എന്നുള്ള ഒരു വീഡിയോ ഞാൻ ഇടാം. അപ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടെ മനസ്സിലാവും കേട്ടോ. അപ്പോൾ ഈ കാടിനുള്ളിലുള്ള ഈ ഭംഗി നിങ്ങൾക്ക് ആസ്വദിക്കാനും പറ്റും. അപ്പോൾ ഞങ്ങളത് കഴിഞ്ഞതിന് ശേഷം സന്ധ്യ ആവാറായിരുന്നു, ഏകദേശം ഒരു 5:30 ആയി. ഇനിയും തിരിച്ച് വീട്ടിൽ ചെന്നിട്ട് വേണം ഞാൻ പറഞ്ഞ റാസയൊക്കെ കാണാൻ പോകാൻ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ
വേഗം അവിടുന്ന് തിരിച്ചു പോന്നു കേട്ടോ. തിരിച്ചു പോകുന്ന വഴിക്ക് എല്ലാവർക്കും ദാഹിക്കുന്നു എടുക്കുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മൾ അവിടുത്തെ ചെറിയ ആ ഒരു റെസ്റ്റോറൻ്റ് ഉണ്ടല്ലോ അവിടെ കയറി നമ്മൾ ഒരു സോഡ നാരങ്ങയും ഒരു വടയൊക്കെ കഴിച്ചു കേട്ടോ. അവിടെ തന്നെ നമ്മുടെ ഈ തേന് അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ അവർ അവിടെ വിൽക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഈ കരകൗശല വസ്തുക്കൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വിൽക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അതായത് കാട്ടിലുള്ള കുറേ പ്രൊഡക്ട്സുകൾ, അത് എന്തൊക്കെയാണെന്നൊന്നും എനിക്ക് കറക്റ്റ് അറിഞ്ഞുകൂടാ. ആ ടൈമിൽ അവിടെ ആരും ഇല്ലായിരുന്നു അതൊന്ന് ചോദിച്ച് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാനും. അപ്പം ഞങ്ങൾ പിന്നെ അതൊക്കെ ഒന്ന് കണ്ടേച്ച് നേരെ വന്ന് എല്ലാവരും നാരങ്ങ വെള്ളം കുടിച്ചു. അധികം വലിയൊരു റെസ്റ്റോറൻറ്റും കാര്യങ്ങളും ഒന്നുമല്ല കേട്ടോ, എല്ലാം നാടനായിട്ടുള്ള കാര്യങ്ങളാണ് അവിടെ ഉള്ളത്. ഇങ്ങനെ സോഡ നാരങ്ങ വെള്ളം, ചായ, കോഫി, പിന്നെ വട അങ്ങനെയുള്ള സ്നാക്സ് ഐറ്റംസ് ഒക്കെയാണ് കൂടുതലായിട്ടുള്ളത്. പിന്നെ ഐസ്ക്രീമും കാര്യങ്ങളും അങ്ങനെയുള്ളതൊക്കെ ഉണ്ട് കേട്ടോ. ഇത് കൂടാതെ ഉച്ചയ്ക്ക് നല്ല നാടൻ വിഭവങ്ങളൊക്കെ കൂട്ടിയ ലഞ്ചും ഉണ്ട് ഇവിടെ. അപ്പം രണ്ടുപേരും അത് കുടിച്ച് ഞങ്ങൾ വടയൊക്കെ കഴിച്ച് നേരെ തിരിച്ച് പോവുകയാണ്. ഞങ്ങൾ തിരിച്ച് പോകുന്ന ടൈമിലും ഞങ്ങളൊരു 5:30 ആയപ്പോൾ ഇറങ്ങി. അപ്പോൾ ആ ടൈമിലും വീണ്ടും ആൾക്കാർ വരുന്നുണ്ട്. അപ്പോൾ വെക്കേഷൻ ഏറ്റവും നല്ലൊരു പ്ലേസാണ്, നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു പ്ലേസാണ് കേട്ടോ. ഏകദേശം 5 മണി വരെ എങ്ങാണ്ടേ ഉള്ളൂ ടിക്കറ്റിൻ്റെ ഇതെന്ന് പറയുന്നത്, കൗണ്ടർ എന്ന് പറയുന്നത് 5 മണി വരെ ഉള്ളൂ. അത് കഴിഞ്ഞാൽ ടിക്കറ്റ് അവരെടുക്കില്ല. പക്ഷേ ടിക്കറ്റ് എടുത്തവർ ഒരുപാട് പേരുണ്ടെങ്കിൽ ഈ സർവീസ് നടത്തുന്നുണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ ഞങ്ങൾ ചെന്നപ്പോഴും ഒരു കൂട്ടർ വന്നിട്ടുണ്ട്. അവർക്ക് ഇനി ടിക്കറ്റ് എടുക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് അറിയില്ല, കാരണം ഇപ്പോൾ ഏകദേശം ഒരു 5:30 ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടുന്ന് തിരിച്ച് വീട്ടിലേക്ക് വന്നു. വീട്ടിലേക്ക് വന്ന വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടില്ല, കാരണം പൊതുവേ ഞാൻ ഒരുപാട് വീഡിയോസ് ഇട്ടിട്ടുണ്ട് വീട്ടിലോട്ടുള്ളതൊക്കെ. അപ്പോൾ അതുകൊണ്ട് അത് എടുത്തില്ല. നേരെ ഞങ്ങൾ റാസ കാണാനായിട്ട് വന്ന് അവിടെ ചെന്നൊരു ചായയൊക്കെ കുടിച്ചിട്ട് റാസ കാണാനായിട്ട് വന്നപ്പോഴേക്കും ഏകദേശം റാസയൊക്കെ കഴിഞ്ഞു. ശിങ്കാരി മേളവും ബാൻഡ് മേളവും നാസിക് ഡോളും ഒക്കെ ആയിരുന്നു. അതൊക്കെ ഒന്ന് ഞാൻ വീഡിയോ എടുത്തിട്ടുള്ളൂ. ഇവിടെ തന്നെയാണ്, ഇത് കൂടൽ എന്ന് പറയുന്നൊരു സ്ഥലമാണ് കേട്ടോ. ഇവിടെയാണ് എൻ്റെ മമ്മിയുടെ വീട്. മമ്മിയുടെ വീട്ടിലൊക്കെ ഒന്ന് പോയിട്ടാണ് ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോകുന്നത്. ഇനി ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾ നെക്സ്റ്റ് ഡേയിൽ തന്നെ തിരിച്ച് തണ്ണിത്തോട്ടിലോട്ട് പോകും. അപ്പോൾ ആ വീഡിയോസൊന്നും അധികം ഞാൻ എടുത്തിട്ടുമില്ല. ഇതൊക്കെയായിരുന്നു വിശേഷം. മെയിനായിട്ട് എനിക്ക് നിങ്ങളെ കൊട്ടവഞ്ചി എങ്ങനെയാണെന്നും അതിൻ്റെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നൊന്നും അറിയിക്കണമായിരുന്നു. അതിനുവേണ്ടിയാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുത്തത് തന്നെ. അപ്പോഴാണ് വീട്ടിൽ വന്ന് ഈ റാസയുടെ കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ഇതോടെ ഒന്ന് ഇൻക്ലൂഡ് ചെയ്തേക്കാമെന്ന് വിചാരിച്ചത്. ഈ നാസിക് ഡോൾ അടിപൊളിയായിരുന്നു കേട്ടോ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളും നമ്മുടെ വീഡിയോയിലെ കാര്യങ്ങളും. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ കൊട്ടവഞ്ചിയും നമ്മുടെ നാടും ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോയ്ക്ക് ലൈക്ക് തരണം, വീഡിയോ ഷെയർ ചെയ്യണം. പിന്നെ അതുകൂടാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഇങ്ങനെയുള്ള വീഡിയോസും നമ്മുടെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളും ഒക്കെ ആയിട്ട് ഇനിയും തിരിച്ചു വരാം. അതുവരേക്കും ബൈ.